ഇന്ന് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കുന്ന ചോദ്യം രോഗികളിൽ നിന്നോ രോഗികളുടെ ബന്ധുക്കളിൽ നിന്നോ ലഭിച്ചിട്ടുള്ളതല്ല. മലയാള മനോരമയുടെ ആരോഗ്യ പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപർ ശ്രീ സന്തോഷ് ശിശുപാലാണ് ഈ ചോദ്യത്തിൻ്റെ കർത്താവ്. ചോദ്യം ഇതാണ്: രോഗചികിത്സയിൽ രോഗിയുടെ അശ്രദ്ധ മൂലമോ അറിവില്ലായ്മ മൂലമോ ഉണ്ടാകുന്ന 5 പ്രധാന അപകടങ്ങൾ ഏതെല്ലാമാണ്? എൻ്റെ അനുഭവത്തിൽ നിന്നും എൻ്റെ ഓർമ്മയിൽപ്പെട്ട് എത്തതുമായ 5 കാര്യങ്ങൾ ഞാനിവിടെ പറയാം. 1, രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും തങ്ങൾക്ക് രോഗമുണ്ടെന്ന് അംഗീകരിക്കാൻ രോഗികൾ വിസമ്മതിക്കുക. ഇതുമൂലം ചികിത്സ നേടുവാൻ താമസിക്കുന്നു. ഡിനയൽ ഓഫ് ആൻ ഇൽനെസ് ആൻഡ് ഡിലേയിങ് ദ ട്രീറ്റ്മെൻറ്റ്. രണ്ടാമത്തേത്, രോഗമുണ്ടെന്ന് അംഗീകരിക്കുന്നു, പക്ഷേ സെലക്ടിങ് ദ ട്രീറ്റ്മെൻറ്റ് ഫ്രം ആൻ ഇൻഅപ്രോപ്രിയേറ്റ് സോഴ്സ്. പ്രയോജനരഹിതമോ അപകടകരവുമായ ഒരു സ്രോതസ്സിൽ നിന്ന് ചികിത്സ തേടിപ്പോകുന്നു. മൂന്നാമത്, തങ്ങൾക്കുണ്ട് എന്ന് രോഗി കരുതുന്ന രോഗം യഥാർത്ഥത്തിൽ അവരുടെ ശരീരത്തെ ബാധിച്ചിട്ടില്ല. മാനസികമായ ടെൻഷൻ മൂലവും അസ്വസ്ഥത മൂലവും തോന്നിക്കുന്ന സൈക്കോസൊമാറ്റിക് എന്ന വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങളാണ് ഇവ. എങ്കിലും രോഗി രോഗമുണ്ടെന്ന് കരുതി അപകടകരമായ ചികിത്സയ്ക്കും തുടരെയുള്ള ടെസ്റ്റുകൾക്കും വിധേയനാകുന്നു. നാലാമത്തേത്, സ്നേഹിതരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പത്രങ്ങളിൽ നിന്നും ടെലിവിഷനിൽ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നും റേഡിയോയിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന തെറ്റായ അറിവുകളെ ആസ്പദമാക്കി ചികിത്സകൾക്ക് വിധേയരാകുകയോ അല്ലെങ്കിൽ ശരിയായ ചികിത്സകൾ നിർത്തിക്കളയുകയോ ചെയ്യുന്നു. അഞ്ചാമത്തേത്, രോഗികളും അവരുടെ ഡോക്ടർമാരും തമ്മിലുള്ള മിസ്കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിലുണ്ടാകുന്ന തകരാറ്. ഇതെല്ലാം അപകടങ്ങൾ വിളിച്ചു വരുത്താം. ഇവയിൽ ആദ്യത്തേതിനെപ്പറ്റി, ഡിനയൽ ഓഫ് ആൻ ഇൽനെസ് ആൻഡ് ഡിലേയിങ് ട്രീറ്റ്മെൻറ്റ്, ഇതിനെപ്പറ്റി ഇന്ന് അല്പം ചിന്തിക്കാം. തങ്ങൾക്ക് രോഗമുണ്ടെന്ന് അംഗീകരിക്കുവാൻ വിസമ്മതം പ്രകടിപ്പിക്കുക പല രോഗികൾക്കും ഉണ്ടാകുന്ന ഒരു മാനസികമായ ഡിഫെൻസീവ് അവസ്ഥയാണ്. ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമെല്ലാം ഇത്തരം രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അറിവിൻ്റെ കാര്യത്തിലും സാമ്പത്തിക നിലയിലും സാമൂഹ്യ സ്ഥിതിയിലും വ്യത്യസ്ത നിലയിലുള്ളവരിൽ എല്ലാവർക്കും തന്നെ ഇത്തരം രോഗങ്ങൾ കണ്ടിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ പറയാം. ഒരാൾക്ക് പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. തൻ്റെ സ്നേഹിതർക്കോ അയൽവാസിക്കോ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലുമോ നെഞ്ചുവേദനയുണ്ടായാൽ അത് ഹാർട്ട് അറ്റാക്ക് അയക്കാം എന്ന് ഇയാൾക്കറിയാം. എന്നാൽ തനിക്കുള്ള ചെസ്റ്റ് പെയിൻ ഹാർട്ട് അറ്റാക്ക് അല്ല, ഇതൊന്നുകിൽ ഗ്യാസ് കൊണ്ടാണ് മറ്റേതെങ്കിലും കൊണ്ടാണ്, തനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയില്ല എന്ന് ആദ്യം തന്നെ ഉപബോധ മനസ്സിൽ ഒരു തോന്നൽ, ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ടാകുക. ചികിത്സ താമസിപ്പിക്കുന്നു. വളരെ അപകടം ഉണ്ടാക്കിയേക്കാവുന്ന ഒരു മാനസിക അവസ്ഥയാണിത്. ഇന്നും ഒരുപാട് ഹാർട്ട് അറ്റാക്ക് രോഗികൾ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മരിക്കാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണവും ഈ ഡിനയലാണ്. മറ്റൊന്ന്, തലവേദന. അത് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഡോക്ടറിനും പാരാസെറ്റമോളും മറ്റു മരുന്നുകളെല്ലാം കൂടുതൽ കഴിച്ചിട്ടും ഒരു പ്രയോജനമില്ല. തലവേദന കൂടിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ തലവേദന സൈനസൈറ്റിസാണ്, അല്ലെങ്കിൽ അലർജിയാണ്, അല്ലെങ്കിൽ ടെൻഷൻ ഹെഡേക്കാണെന്നെല്ലാം മനസ്സിൽ സമാധാനങ്ങൾ കണ്ടെത്തും. ഇതുമൂലം ഒരു സ്ട്രോക്കിന് ഫലപ്രദമായി ചികിത്സിക്കുവാൻ സാധിക്കുന്ന ആദ്യത്തെ വിലയേറിയ മണിക്കൂറുകൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, വിശപ്പില്ലായ്മ. വെയിറ്റ് കുറയുന്നു. തൻ്റെ വിശപ്പില്ലായ്മ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ പാചകക്കാരുടെ കുറ്റം കൊണ്ടാണ്. ഇതെല്ലാം വിചാരിച്ചുകൊണ്ട് ചികിത്സ താമസിപ്പിച്ചാൽ ഒരുപക്ഷേ ഓപ്പറേഷൻ നടത്തി സുഖമാക്കാവുന്ന ഒരു ക്യാൻസർ ചികിത്സ കൊണ്ട് സാധ്യമല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തിയെന്നും വരും. ഒരു രോഗി, ആ രോഗി ഒരു ഡോക്ടറാണെങ്കിൽ പോലും സ്വയം ചികിത്സയ്ക്ക് ശ്രമിക്കരുത്. വൈദ്യശാസ്ത്രത്തിലെ ഒരു പ്രമാണമാണിത്. The doctor who treats himself has got a fool as his patient.
സ്വയം ചികിത്സിക്കുവാൻ ശ്രമിക്കുന്ന ഡോക്ടർക്ക് ലഭിച്ചിരിക്കുന്നത് പമ്പര വിഡ്ഢിയെ ആയ ഒരു രോഗിയെ ആണെന്നാണ് പറച്ചിൽ. അതുപോലെ തന്നെ ബ്രസ്റ്റിൽ ഒരു സ്മോൾ ട്യൂമർ ഉണ്ടെന്ന് സംശയം തോന്നി, എങ്കിലും അത് ക്യാൻസർ അല്ല, എനിക്ക് ക്യാൻസർ ഉണ്ടാകില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ചികിത്സ താമസിപ്പിച്ച അപകടത്തിലെത്തിയ വളരെ വിദ്യാഭ്യാസ സമ്പന്നരായ സ്ത്രീകളെയും എനിക്കറിയാം. യഥാർത്ഥത്തിൽ നടന്നൊരു കഥ കൂടെ പറയാം. എൻ്റെ തലമുറയിൽ മാത്രമല്ല, അതിന് മുമ്പും പിമ്പും അനേക ഡോക്ടർമാരെ പഠിപ്പിച്ചിട്ടുള്ള അതിപ്രഗത്ഭനായ ഒരു ഡോക്ടർ നമ്മുടെ ഒരു മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സമകാലീനനും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയുമായ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറോടൊപ്പം ചെന്നൈയിൽ ഒരു മെഡിക്കൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോയി. അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരേ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. ഇത് കഥ എന്നോട് എൻ്റെ സ്നേഹിതൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ്. നമ്മുടെ പ്രൊഫസർ ചെന്നൈയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പല പ്രാവശ്യം വയറ്റിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഡിസ്കംഫേർട്ട് അനുഭവപ്പെട്ടു. എൻ്റെ സ്നേഹിതനോട് പറയുകയും ചെയ്തു. എൻ്റെ സ്നേഹിതൻ പറഞ്ഞു, സാറേ നമുക്കിവിടെ ഒരു ഡോക്ടറെ പോയി കാണാമെന്ന്. ആ പ്രൊഫസറുടെ ശിഷ്യനായ അതിപ്രഗത്ഭനായ ഒരു കാർഡിയോളജിസ്റ്റ് അന്ന് ചെന്നൈയിൽ ഉണ്ടായിരിക്കുകയും ചെയ്തു. പ്രൊഫസർ സാരമില്ല, തമിഴൻ്റെ ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് എനിക്കിതെല്ലാം അസുഖം തോന്നിയതെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. ഗ്യാസിൻ്റെ ഗുളികൾ തുടരെ കഴിച്ചുകൊണ്ട് വരുന്നു. എൻ്റെ സ്നേഹിതൻ വീണ്ടും വീണ്ടും ഉപദേശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ നമ്മുടെ പ്രൊഫസർ ആ അപേക്ഷകളെല്ലാം നിരസിച്ചു. 3 ദിവസം കഴിഞ്ഞ് ട്രെയിനിൽ അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തി. വീട്ടിലെത്തിയതുടൻ അദ്ദേഹത്തിൻ്റെ വയറ്റിലെ അസുഖം വീണ്ടും വർദ്ധിച്ചു. നെഞ്ചിലും അസ്വാസ്ഥ്യം തുടങ്ങി. ഭാര്യ മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിസ്റ്റിനെ വിളിച്ചു വരുത്തി, ആംബുലൻസും വിളിച്ചു വരുത്തി. എന്നാൽ ആംബുലൻസിലും ഡോക്ടറും എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രൊഫസർ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. 1000 ഹാർട്ട് അറ്റാക്കുകളെ ചികിത്സിച്ചിട്ടുള്ള അതിപ്രഗത്ഭനായ ഒരു ഭിഷഗ്വരനാണ് അവബോധാവസ്ഥയിൽ തനിക്ക് ഹാർട്ട് അറ്റാക്ക് ഇല്ല എന്ന് ഡിനൈ ചെയ്തത് മൂലം അപകടം സംഭവിച്ചതെന്ന് ഓർക്കണം. ഞാൻ പറഞ്ഞതിനെല്ലാം അർത്ഥം ഒന്ന് തുമ്മിയാൽ ഉടനെയോ മൂക്കൊന്ന് ഒലിച്ചാൽ ഉടനെയോ ഡോക്ടറെ അടുത്തേക്ക് ഓടിപ്പോകണമെന്നല്ല. ഞങ്ങളുടെ നാട്ടുപുറത്തുണ്ടായ ഒരു കഥ കൂടെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. ഞങ്ങൾക്കൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഏത് രോഗി വന്നാലും ചോദിക്കും, കുറച്ചുകൂടെ നേരത്തെ നിങ്ങൾക്ക് വന്നുകൂടായിരുന്നോ എന്ന്. ഒരിക്കൽ തേങ്ങയിടാൻ കയറി താഴെ വീണ നാരായണനെ തെങ്ങിൽ നിന്ന് പിടച്ച് താഴെ വീണ് കണ്ടു നിന്നവരെല്ലാം കൂടെ താഴെ വീണ നാരായണനെ ഒരു കട്ടിലിൽ കിടത്തി എടുത്തുകൊണ്ട് ഈ ഡോക്ടറുടെ അടുത്തെത്തി. തെങ്ങിൽ നിന്ന് വീണ നാരായണനെ പരിശോധിച്ച ശേഷം നമ്മുടെ ഡോക്ടർ പതിവ് പോലുള്ള ചോദ്യം ആവർത്തിച്ചു, നിങ്ങൾക്ക് അല്പം കൂടെ നേരത്തെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്ന്. എടുത്തു കൊണ്ടുവന്നവരിൽ ഒരാൾ പഞ്ചപുച്ഛമടക്കി തിരിച്ചു ചോദിച്ചു, ഏമാനെ, ഇവൻ തെങ്ങയിൽ നിന്ന് വീണ് കിട്ടാതെ ഞങ്ങൾക്ക് എങ്ങനെ എടുത്തുകൊണ്ട് വരാൻ സാധിക്കുമെന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമെല്ലാം ഇതാണ്. തെങ്ങിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് തെങ്ങേ കയറി നാരായണനെ പിടിച്ചുകൊണ്ട് ഡോക്ടറെ അരികിൽ പോകണമെന്നല്ല. എന്നാൽ അല്പം കൂടി കരുതലോടെ തങ്ങൾക്കുണ്ടാകുന്ന പുതുതായ രോഗലക്ഷണങ്ങളെപ്പറ്റി ശ്രദ്ധിക്കുകയും അതിന് വേണ്ടത് ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ ജീവൻ തന്നെ ചിലപ്പോൾ രക്ഷിക്കാൻ സാധിച്ചെന്ന് വരും. ഇഫ് യു തിങ്ക് there is something seriously wrong with you, it could very well be there is something wrong with you. വരുന്നയാഴ്ച രോഗികളുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന രണ്ടാമത്തെ ഘടകത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്നയാഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം.